ഹായ് ഷമീൻ സാറാണ്. മാഷ് എന്ന് വന്നത് നമ്മൾ 6ാമത്തെ ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് കേട്ടോ. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ ചാനൽ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പോൾ തന്നെ ഈ വീഡിയോ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക. ഇത് നോക്കിക്കേ, ഞാനിവിടെ ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്, ഒരു ചതുരം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ചതുരത്തിന് 2 നേരെയുള്ള വശങ്ങളും അതുപോലെ 2 കുത്തനെയുള്ള വശങ്ങളും ഉണ്ടല്ലേ. ഇതില് നേരെയുള്ള വശങ്ങളെ നമ്മൾ ലെങ്ത്, അതിനെ നീളം എന്ന് വിളിക്കുകയാണെങ്കിൽ, കുത്തനെയുള്ള വശങ്ങളെ നമ്മൾ എന്താ വിളിക്കുക? ബ്രെഡ്ത്ത് എന്ന് വിളിക്കും, വീതി എന്ന് വിളിക്കും. അപ്പൊ ഒരു ചതുരത്തിന്, ഒരു റെക്ടാങ്കിളിന് 2 ലെങ്ത്തും 2 നീളവും അതുപോലെ 2 ബ്രെഡ്ത്തും ഉണ്ട്, 2 വീതിയും ഉണ്ട്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം. അടുത്ത കാര്യം എന്താണെന്നറിയോ? ഈ നീളങ്ങൾ, ലെങ്ത്തുകൾ നോക്കിക്കേ, അതിന്റെ എതിർവശങ്ങളല്ലേ? എതിർവശങ്ങൾ ഒരേ നീളായിരിക്കും. എന്താണ്? എതിർവശങ്ങളെ ഒരേ നീളായിരിക്കും. അതിന്റെ മുകളിലുള്ള വശം താഴെ വശം നോക്കിക്കേ, ഒരേ നീളാണ്. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണ്. അതുപോലെ വലതു ഭാഗത്തുള്ളതും ഇടതു ഭാഗത്തുള്ള വശങ്ങൾ നോക്കിക്കേ, അതെന്താ? ഒരേ നീളാണ്. ബ്രെഡ്ത്തുകളും ഒരേ നീളാണല്ലേ. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ്സ്, എതിർവശങ്ങൾ തുല്യമാണ്. ഈ കാര്യവും നമ്മുടെ റെക്ടാങ്കിളിന്റെ, ചതുരത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഞാനൊരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. ഈ റെക്ടാങ്കിളിന് ഒരു പ്രത്യേകതയുണ്ട്, ഈ ചതുരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെ നമ്മൾ സ്ക്വയർ എന്ന് കൂടെ വിളിക്കും. ഈ റെക്ടാങ്കിളിനെ സ്ക്വയർ എന്നും വിളിക്കും. ഈ ചതുരത്തെ സമചതുരം എന്നും നമ്മൾ വിളിക്കും. എന്തുകൊണ്ടായിരിക്കും അറിയോ? കാരണം ഇതിന്റെ എല്ലാ വശങ്ങളുടെയും നീളം തുല്യമാണ്. മുകളിലുള്ള വശത്തിന് അതേ നീളാണ്, താഴെയുള്ള വശത്തിനും അതുപോലെ ബാക്കിയുള്ള എല്ലാ വശങ്ങൾക്കും. മുകളിലുള്ളത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കിയുള്ള എല്ലാ വശങ്ങളുടെയും നീളം 4 സെന്റിമീറ്റർ ആണ്. അങ്ങനെ എല്ലാ വശങ്ങളുടെയും നീളം തുല്യമായിട്ടുള്ള റെക്ടാങ്കിളിനെ, ചതുരത്തെ നമ്മൾ സ്ക്വയർ, സമചതുരം എന്നും വിളിക്കും. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏരിയ, പരപ്പിന്റെ അളവ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് മാഷ് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും അത് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഇനിയും ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ അതും അറിയിക്കാം. പിന്നെ അതിന്റെ കൂടെ 5ാം ക്ലാസ്സിലുള്ള എല്ലാ കൂട്ടുകാർക്കും വീഡിയോ അയച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.